ഏറ്റവും സമ്പന്നരായ ഗായികമാർ ആരൊക്കെയെന്നറിയാം. ചിലരുടെ ആസ്തി ബോളിവുഡ് താരങ്ങളെക്കാളും വളരെ കൂടുതലാണ്. ശങ്കർ സംവിധാനം ചെയ്യുന്ന രാംചരൺ ചിത്രം ഗെയിം ചേഞ്ചറിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് അടുത്തിടെ സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള പുതിയൊരു വിശേഷം എന്താണെന്ന് നോക്കാം. ശ്രേയ ഘോഷൽ, സുനീതി ചൗഹാൻ, ആശ ഭോസ്ലെ, തുളസി കുമാർ തുടങ്ങി നിരവധി ഗായകമാരാണ് പാട്ടിലൂടെ സമ്പന്നരായവരുടെ പട്ടികയിലുള്ളത്. ഇവരിൽ ചിലരുടെ ആസ്തി ബോളിവുഡ് താരങ്ങളുടേതിനേക്കാളും വളരെ കൂടുതലാണ്. ആദ്യത്തേത് തുളസി കുമാറാണ്. പുതുതലമുറ ഗായകമാരിൽ ഏറ്റവും ആസ്തിയുള്ള ഗായികയാണിവർ. ഏകദേശം 200 കോടി രൂപയാണ് ഇവരുടെ ആസ്തി. കുടുംബ ബിസിനസ്സിൽ 4000 കോടി രൂപയുടെ കമ്പനിയിലും പങ്കാളിത്തമുണ്ട്. സിനിമാ നിർമ്മാതാവും ഗായകനുമായ ഗുൽഷൻ കുമാറിന്റെ മകളാണ് തുളസി കുമാർ. അടുത്ത ഗായിക ശ്രേയ ഘോഷലാണ്. ഇന്ത്യയിലെ സമ്പന്നരായ ഗായികമാരിൽ ഒരാളാണ് ഇവരും. ഒരു ഗാനത്തിന് ശ്രേയ ഘോഷൽ വാങ്ങുന്നത് 25 മുതൽ 27 വരെയാണ്. 180 കോടിയാണ് ശ്രേയ ഘോഷലിന്റെ ആസ്തി. മൂന്നാമത്തേത് സുനീതി ചൗഹാനാണ്. 12 മുതൽ 16 ലക്ഷം രൂപ വരെയാണ് ഒരു ഗാനത്തിനായി അവർ വാങ്ങുന്നത്. ഏകദേശം 100 കോടിയാണ് ഗായികയുടെ ആസ്തി. അടുത്തത് ആശ ഭോസ്ലെയാണ്. എല്ലാവരും ഒരുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന ശബ്ദത്തിനുടമയാണ് ഇവർ. ഏകദേശം 80 കോടിയോളമാണ് ഇവരുടെ ആസ്തി. അടുത്ത ഗായിക അൽക്ക യാഗ്നിക്കാണ്. 60 കോടിയാണ് ആകെ ആസ്തി. 12 ലക്ഷം രൂപയാണ് ഒരു ഗാനത്തിനായി അൽക്ക യാഗ്നിക് വാങ്ങുന്നത്. അടുത്ത ഗായിക നേഹ കക്കാറാണ്. 37 കോടിയാണ് ഗായികയുടെ ആസ്തി. ഒരു ഗാനത്തിന് 10 മുതൽ 15 ലക്ഷം വരെയാണ് നേഹ കക്കാർ വാങ്ങുന്നത്. ശങ്കർ സംവിധാനം ചെയ്യുന്ന രാംചരന്റെ ചിത്രം ഗെയിം ചേഞ്ചറിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നായകൻ രാംചരൺ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2 ചിത്രങ്ങളുടെ കൊളാഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചുകൊണ്ടാണ് താരം പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. പോസ്റ്റിൽ രാംചരൺ ഹെലികോപ്റ്ററിൽ കയറുന്ന 2 ഫോട്ടോകളാണ് ചേർത്തിരിക്കുന്നത്. കളി മാറാൻ പോകുന്നു, ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്, ഇനി തിയേറ്ററിൽ കാണാം എന്നാണ് സംവിധായകൻ ശങ്കറിനെയും നിർമ്മാതാക്കളെയും ടാഗ് ചെയ്ത പോസ്റ്റിന്റെ ക്യാപ്ഷൻ. കിയാര അഡ്വാനിയാണ് ഗെയിം ചേഞ്ചർ എന്ന ഈ സിനിമയിൽ നായികയായി എത്തുന്നത്. എസ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ ഇരുവരുടെയും ഓൺ സ്ക്രീൻ ജോഡികളായുള്ള തിരിച്ചുവരവ് കൂടിയാണ്. 2019 പുറത്തിറങ്ങിയ വിനയ് വിധേയ രാമ എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും അവസാനം ഒന്നിച്ചെത്തിയത്. എന്നാൽ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. 2021 ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ചിത്രം വൈകുന്നതിൽ പ്രതിഷേധിച്ച് രാംചരൺ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പല കുറി ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. വിമർശനങ്ങൾക്ക് മറുപടിയുമായി നിർമ്മാതാവ് ദിൽ രാജു എത്തുകയും ചെയ്തിരുന്നു. ശങ്കർ, രാജമൗലി, സന്ദീപ് റെഡ്ഡി വങ്ക തുടങ്ങിയ സംവിധായകർ പെർഫെക്ഷനിസ്റ്റുകളാണെന്നും ചിത്രീകരണത്തിന് അവർക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അതേസമയം വൈകിയാലും ശങ്കർ തങ്ങളെ നിരാശരാക്കില്ലെന്ന പ്രതീക്ഷയിലാണ് രാംചരൺ ആരാധകർ. 2022 RRR എന്ന ചിത്രത്തിന് ശേഷം രാംചരൺ അഭിനയിച്ച ഒരു ചിത്രവും ഇതുവരെ റിലീസായിട്ടില്ല. അതേസമയം ഗെയിം ചേഞ്ചറിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് C5 ആണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വൻ തുകയുമാണ് C5 ഇതിനായി മുടക്കിയിരിക്കുന്നത് എന്നുമാണ് വിവരം ലഭിക്കുന്നത്. അഞ്ജലി, SJ സൂര്യ, ജയറാം, സുനിൽ, ശ്രീകാന്ത്, സമുദ്രകനി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തമനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് അടുത്തിടെ സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. എന്നാൽ സിനിമയുടെ യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒരു വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് സത്യൻ അന്തിക്കാടിന്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യൻ. മോഹൻലാലും സത്യൻ അന്തിക്കാടും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നിൽക്കുന്ന ചിത്രങ്ങളാണ് അനൂപ് സത്യൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ഫൺ മോഹൻലാൽ സത്യൻ അന്തിക്കാട് ചിത്രം ഓൺ ദി വേ എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഇത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരിക്കും ചിത്രം നിർമ്മിക്കുക. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമായിരുന്നു സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ച അവസാനത്തെ ചിത്രം.